സഭാധ്യക്ഷൻ. ഓർഡർ. ചോദ്യം നമ്പർ 631 ശ്രീ പി ഉബൈദുള്ള. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ആഗോള സാമ്പത്തിക രംഗം ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. തത്ഫലമായി കേരള സമ്പത്തിന് ഉളവാകുന്ന ചലനങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പ്രയോജനപ്പെടുത്തുവാനും ഉതകുന്ന തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ സംസ്ഥാനത്തിൽ നേടുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഉത്തരവിലൂടെ അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച സാമ്പത്തികാര്യ വിദഗ്ധയെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിച്ചിട്ടുള്ളത്. കാർഷിക വളർച്ച മന്ദീഭവിക്കുകയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയും പരമ്പരാഗത വ്യവസായങ്ങൾ തകർച്ച നേരിടുകയും വിദ്യാഭ്യാസം വാണിജ്യവൽക്കരിക്കുകയും പൊതു ആരോഗ്യ സംവിധാനം ദുർബലപ്പെടുകയും ചെയ്തിട്ടുള്ള അത്യന്തം ഗുരുതരമായ ഘട്ടത്തിലാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. പ്രസ്തുത സവിശേഷ സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന പുതിയ വളർച്ചാ മേഖലകളെയും അടിസ്ഥാന സൗകര്യത്തെയും കേന്ദ്രീകരിച്ചുള്ള സമ്പദ് വ്യവസ്ഥയുടെ പുനഃക്രമീകരണത്തിലൂടെയും പാവപ്പെട്ടവർക്ക് സമ്പൂർണ്ണ സാമൂഹ്യ സുരക്ഷ പ്രദാനം ചെയ്തും പരമ്പരാഗത മേഖലയിലുള്ള ഉപജീവനമാർഗം സംരക്ഷിച്ചും പൊതുജന ആരോഗ്യവും വിദ്യാഭ്യാസവും ശക്തിപ്പെടുത്തിയും പരിസ്ഥിതി സന്തുലനവും ലിംഗസമത്വവും ഉറപ്പുവരുത്തിയും ഒരു നവകേരളം സൃഷ്ടിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് വിഘാതമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ വിജ്ഞാനവും അനുഭവ സമ്പത്തും പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം പല വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും സർക്കാർ ഉദ്ദേശിക്കുന്ന വേഗതയിൽ പൂർത്തീകരിക്കുന്നതിനും വിഷമം നേരിടുന്നുണ്ട്. എന്നിരുന്നാലും അധിക വിഭവ സമാഹരണത്തിലൂടെ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചതിലൂടെയും നികുതി പിരിവ് ഊർജിതമാക്കിയും അടിയന്തര പ്രാധാന്യമുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ സർക്കാരിന് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ സംസ്ഥാനത്ത് സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കുന്ന വിഷയം സർക്കാരിൻ്റെ പരിഗണനയിലില്ല. എന്നാൽ പിന്നീട് ഇങ്ങനെയൊരു ഫണ്ടിൻ്റെ ആവശ്യം അനിവാര്യമായി വന്നാൽ അപ്പോൾ ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നതാണ്. ഇത്തരം ഘട്ടങ്ങളിലും ധനകാര്യ ഉപദേഷ്ടാവിൻ്റെ അഭിപ്രായം കൂടി തേടുന്നതാണ്. ശ്രീ പി ഉബൈദുള്ള. സർ, ADB, വേൾഡ് ബാങ്ക് തുടങ്ങിയ വിദേശ ഫണ്ടിംഗ് ഏജൻസികളിൽ നിന്നും സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് പണമെടുക്കുന്ന കാര്യത്തിലും അതിൻ്റെ വ്യവസ്ഥയുടെ കാര്യത്തിലുമെല്ലാം UDFൻ്റെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയമായിരുന്നു LDFന് ഉണ്ടായിരുന്നത്. ADB ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം മുഴക്കി ധാരാളം പ്രക്ഷോഭങ്ങളൊക്കെ മുമ്പ് നമ്മൾ കണ്ടതാണ് സർ. ഈ നയത്തിൽ നിന്നുള്ള വ്യതിയാനം കേരള അടിസ്ഥാന ചോദ്യത്തിലേക്ക് വരാം സർ. ഈ പ്രസ്തുത നയത്തിൽ നിന്നുള്ള വ്യതിയാനം കേരള അടിസ്ഥാന നിക്ഷേപ നിധി ആക്ട് ഭേദഗതി ചെയ്യാനുള്ള ബില്ലിൽ പ്രകടമായി കാണാവുന്നതാണ് സർ. ഈ ബില്ലിന്റെ നയവ്യവസ്ഥകൾ രൂപപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം ലഭിച്ചിരുന്നോ? എങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണെന്ന് വിശദീകരിക്കാം. സർ, ബഹുമാനപ്പെട്ട അംഗത്തിന് സർക്കാരിൻ്റെ നയത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയാണ്. ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടികൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങളുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്ന സർക്കാരാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ അത് തീരുമാനിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതിനെയൊക്കെ അടിമുടി എതിർക്കുക എന്നുള്ളതല്ല, അവയുമായിട്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഇതുവരെ സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ അഭിപ്രായം ഉപദേശവും തേടിയിട്ടില്ല സർക്കാർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, സ്വകാര്യ വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും യഥേഷ്ടം സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ മുതൽ മുടക്കാനും ടോൾ, യൂസർ ഫീ തുടങ്ങിയ ലഭികൾ പിരിക്കാനും എസ്ക്രോ അക്കൗണ്ട് പോലുള്ള സംവിധാനങ്ങളും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയെ സ്വകാര്യ മേഖലയ്ക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുന്നതാണ് സർ. ഈ വ്യതിയാനം നമ്മുടെ തൊഴിൽ മേഖലയിലും തൊഴിലാളി താല്പര്യങ്ങളെയും ഏത് വിധത്തിൽ ബാധിക്കുമെന്ന കാര്യം പരിശോധിച്ചിട്ടുണ്ടോ? പരിശോധനാ ഫലം എന്താണെന്ന് വ്യക്തമാക്കണം സർ. സർ, ബഹുമാനപ്പെട്ട അംഗം യാഥാർത്ഥ്യത്തിന് എത്രയോ അകലെയാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള ടോളുകളും മറ്റും സർക്കാർ മുൻകൈയെടുത്ത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മുടെ നിലവിലെ റോഡുകളും ബ്രിഡ്ജുകളും ഒക്കെ നവീകരിക്കാൻ വേണ്ടിയിട്ട്
എന്ത് സമ്മർദ്ദം ഏത് കോർപ്പറേറ്റ് ശക്തിയിൽ നിന്നുണ്ടായാലും ഇപ്പോൾ ടോളൊന്നും ഏർപ്പെടുത്തിച്ച് നടത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നേയില്ല. എന്നെ നെല്ലിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാമ്പത്തിക ശാസ്ത്രത്തിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനാണ്, പരിചയസമ്പന്നനും അനുഭവ സമ്പത്തുമുള്ള ആളാണ്. വളരെ സാമ്പത്തിക ബാധ്യതയുള്ള കിഫ്ബി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മസ്തിഷ്ക ശിശുവാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയമില്ല. അതുപോലെ തന്നെ GST കൗൺസിൽ മീറ്റിങ്ങുകളിൽ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രിയുടെ ആശയസമ്പുഷ്ടമായ വാഗ്വൈഭവവും അതുപോലെ തന്നെ വർണ്ണശബളമായ അവതരണവും മറ്റ് സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാരുടെ പോലും കയ്യടി വാങ്ങിയിട്ടുണ്ടാകും. എൻ്റെ ചോദ്യം സർ, ഈ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും അങ്ങയ്ക്ക് മുഖ്യമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാവിൻ്റെ സഹായമോ ഉപദേശമോ ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, ബഹുമാനപ്പെട്ട അംഗം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് വളരെ നന്ദിയുണ്ട്. പക്ഷെ അത് വേറെ ആരെയും എഴുത്താൻ വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ തരക്കാരല്ല, വിവിധ ശാഖകളുണ്ട്. ചിലർക്ക് ചില കാര്യങ്ങളിലാണ്, ചില സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടാവും. എന്നെപ്പോലുള്ളവർക്ക് പൊളിറ്റിക്കൽ എക്കോണമി, ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലാണ്. എന്നാൽ അതിനും തികച്ചും വളരെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയാണ് ഇൻ്റർനാഷണൽ ഫിനാൻസ്, ട്രേഡ് തുടങ്ങിയിട്ടുള്ളതെല്ലാം. അപ്പം നമുക്ക് പലതരക്കാരുടെയും ഉപദേശങ്ങളും സഹായങ്ങളും ആവശ്യമായിട്ട് വരും. ശ്രീ സി മമ്മൂട്ടിക്ക് വരാം. ശ്രീ TV ഇബ്രാഹിം. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മറുപടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് വ്യത്യസ്തമായ സാമ്പത്തിക നയം പ്രത്യേകമായി എടുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ആ രീതിയിൽ തന്നെയാണെങ്കിൽ ഈ നിയോ ലിബറൽ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന, അതിൻ്റെ നയസമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ സമ്പദ്ഘടനയെയും ഈ സാമ്പത്തിക സമീപനത്തെയും രൂപപ്പെടുത്തുന്നതിൽ കേരള ഗവൺമെൻറ്റിനെ ഉപദേശിക്കുവാൻ ഈ നിയോ ലിബറൽ സംവിധാനത്തിൻ്റെ തന്നെ വക്താവായിട്ടുള്ള ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ഗീതാ ഗോപിനാഥിന് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, അവർക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ള മേഖലകളുണ്ട്. ആ മേഖലയിൽ സർക്കാർ അവരുടെ ഉപദേശവും സഹായം തേടും. ഏത് ഉപദേശവും സഹായം തന്നാലും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്, ഇവിടുത്തെ നേതൃത്വം നൽകുന്ന പാർട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ഈ സർക്കാരിനെ നയിക്കുന്ന മിനിമം പരിപാടിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആരുടെ ആയാലും ഉപദേശങ്ങളും സഹായങ്ങളും സ്വീകരിക്കുക. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. സർ, ജർമ്മൻ തിങ്കറായ ഹെഗലിൻ്റെ തിസിസ് ആൻറ്റിതിസിസ് സിന്തസിസ് എന്ന കാര്യം അതിൽ നിന്നാണ് മാക്സ് ഡയലക്റ്റിക് മെറ്റീരിയലിസം ഉണ്ടാക്കി സോഷ്യലിസത്തേക്ക് വന്നത്. അവിടെ കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിസ്റ്റായ ഗീതാ ഗോപിനാഥിൻ്റെയും ലിബറൽ എക്കണോമിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന താങ്കളുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഈ വൈരുദ്ധ്യാധിക നിലപാടുകൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? താങ്കളുടെ ധനകാര്യ കാഴ്ചപ്പാടുമായി യോജിച്ചു പോകുന്ന ആളാണോ പുതിയ ഉപദേഷ്ടാവ്? സർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില മേഖലകളിൽ പ്രത്യേക വൈദഗ്ധ്യം ഉള്ളവരുടെ സഹായം ആവശ്യമുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ തന്നെ സർക്കാർ പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം തിസിസും ആൻറ്റിതിസിസും സിന്തസിസും ഒക്കെ പഠിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ആശയ നിലപാടുകളുണ്ട്. എന്നാൽ സർക്കാരിൻ്റെ നയപരമായ ചട്ടക്കൂടിൽ നിന്ന് അവരെല്ലാവരും പ്രവർത്തിക്കുന്നു. അതുപോലെ കണ്ടാൽ സർ, ഈ ലോകബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ മൻമോഹൻ, 2 പതിറ്റാണ്ടിലേറെ കാലം ലോകബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ തുടങ്ങി വെച്ച ഉദാരവൽക്കരണ, ആഗോളവൽക്കരണ, സ്വകാര്യവൽക്കരണ നയങ്ങളാണ് ഇന്ത്യയെ ഈ നിലയിൽ എത്തിച്ചതെന്ന്, ഈ നശിപ്പിച്ചതെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് ഇടപെടല്ലേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചോദ്യം ചോദിക്കൂ. അതിന്റെ പേരിൽ ഊറ്റം കൊള്ളുക, അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തിയതെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന ആളുകൾ ചോദിക്കാൻ സർ, ഇത്തരത്തിൽ ഈ നയങ്ങളാണ് നമ്മുടെ നാടിനെ നശിപ്പിച്ച നാട്ടിൽ എല്ലാവർക്കും അറിയാം.
പക്ഷേ അതിൻ്റെ പേരിൽ ഊറ്റം കൊള്ളുകയാണ്. ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തിയത് മൻമോഹൻ സിംഗിൻ്റെ നയങ്ങളാണ് എന്ന് അവകാശപ്പെടുന്ന ഇവർ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളെ സ്വീകരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ നിയമസഭയിൽ വളരെ ക്ലിയറായി ചോദ്യത്തിലേക്ക് വരും എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സാർ ചോദിക്കാൻ പറ്റാവുന്നു. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ക്ലിയറായി എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കും, പക്ഷെ നടപ്പാക്കുന്നത് ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള വിദഗ്ധരുമായി ആലോചിച്ച് മാത്രമേ അക്കാര്യങ്ങൾ നടപ്പിലാക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കത്തുള്ളൂ എന്ന് ക്ലിയർ കട്ടായി മറുപടി പറഞ്ഞിട്ടും ഇത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമ്മുടെ നാടിന്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഉതകുന്ന ഒരു തരത്തിലാണോ ഈ ചോദ്യമെന്ന് പറയാം സാർ. സർ, ബഹുമാനപ്പെട്ട മെമ്പർ ആരിഫ് വളരെ ശരിയായിട്ടുള്ള നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇന്നിവിടെ വിമർശിക്കുന്ന എല്ലാ നയങ്ങളുടെയും അപ്പോസ്തലന്മാരും പ്രവാചകരുമായിട്ട് ഇത്രയും നാൾ പ്രവർത്തിച്ചവരാണ്. യഥാർത്ഥം അവര് സന്തോഷിക്കുകയാണ് വേണ്ടത്. അവര് ഇന്നിപ്പോൾ പുണ്യാളം ചമയാൻ ശ്രമിക്കുകയാണ്. ഞങ്ങൾ വ്യക്തമാക്കുകയാണ്, നാട്ടിൽ എവിടെയൊക്കെ സാങ്കേതികമായിട്ട് കഴിവുകളുണ്ടോ നമ്മളിന്ന് വ്യത്യസ്ത അഭിപ്രായം പുലർത്തുമ്പോൾ തന്നെ അവരുടെയും സഹായങ്ങളും സാങ്കേതികവിദ്യയും നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളുണ്ട്, ആശയപരമായ തറയുണ്ട്, അവിടെ നിന്നുകൊണ്ടേ ഞങ്ങൾ പെരുമാറും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഞങ്ങൾ സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികൾക്കെതിരല്ല. ഞങ്ങളുടെ ഗവൺമെൻറ്റുകളാണ് ഇത് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. മനുഷ്യമുഖമുള്ള വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ അന്ന് അതിനെ മുഴുവൻ എതിർത്ത ആളുകളാണ് ഇപ്പോൾ നവ ലിബറൽ സമീപനങ്ങളുടെ വക്താവിനെ ഇവിടെ പ്രമേയം അത് തന്നെയാണ്. ആരിഫിന് സംശയം വേണ്ട. AICCയുടെ പ്രമേയം എന്ന് പറയുന്നത് നവ ലിബറൽ സമീപനങ്ങളല്ല, ഉദാരവൽക്കരണ നടപടികൾ മനുഷ്യമുഖമുള്ളതായിരിക്കണമെന്ന് തന്നെയാണ് ബാംഗ്ലൂർ AICCയുടെ സമ്മേളനത്തിലെ പ്രമേയം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ മുഴുവൻ എതിർത്ത ആളുകൾ നിങ്ങൾ IMFന്റെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും സാമ്പത്തിക ഉദാരവൽക്കരണ നടപടികളെ പിന്താങ്ങുന്ന ഗീതാ ഗോപിനാഥിന്റെ ഉപദേശം ഏത് രീതിയിലാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രശ്നം. സർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഞങ്ങൾ ഈ നവ ഉദാരവൽക്കരണ നയങ്ങളെ എതിർത്ത് വന്നവരാണ്, ഇപ്പോഴും എതിർക്കുന്നവരാണ്. ഇവരുടെ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളെയും ജനദ്രോഹ നടപടികളെയും എല്ലാം ശക്തമായിട്ട് അന്നും ഇന്നും എതിർക്കുന്നവരാണ്. ആ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ബദലിനുള്ള അന്വേഷണങ്ങളും തുടരുമ്പോൾ തന്നെ ഇന്നത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് സാങ്കേതികമായ വൈദഗ്ധ്യമുള്ള ആളുകൾ അവരുടെയൊക്കെ കഴിവുകളെ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ വളർന്നു വന്നിട്ടുള്ള വിദഗ്ധർ അവരുടെ കഴിവുകളെ പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. മൻമോഹൻ സിംഗിന്റെ ഈ ഉദാരവൽക്കരണ നയം കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്തു എന്നതിൽ ഒരു സംശയമില്ല. ഇവിടെ ഇരിക്കുന്ന മാണി ഗ്രൂപ്പിന്റെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അത് പറയണം. കാരണം മൻമോഹൻ സിംഗ് കേരളത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അനുകൂലിയുടെ അഭിപ്രായം. സാർ, ഇത് കേരളം ചർച്ച ചെയ്യട്ടെ സാർ. ഇപ്പോഴും മൻമോഹൻ സിംഗ് കേരളത്തിലെ കാർഷിക മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കില്ലേ? ജീവിക്കാൻ പറ്റാത്ത എല്ലാ കരാറും ഈ രാജ്യത്തിന് ദോഷമല്ലേ സാർ? അത് ഉള്ളത് പറയേണ്ടി വരും സാർ, പറയേണ്ടി വരും. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല സാർ. ഞാൻ എൻ്റെ ചോദ്യത്തിലേക്ക് വരികയാണ് സാർ. നിങ്ങൾ ബഹളം വെക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലല്ല, അവരുടെ കൂട്ടത്തിലല്ല, പേടിക്കണ്ട. ഞാൻ നിഷ്പക്ഷനാണ് സാർ. എൻ്റെ ചോദ്യം സാർ, ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. അല്ല, അവർ പറയട്ടെ സാർ. അവർക്കെന്താ മനപ്രയാസം കാര്യം പറയുമ്പോൾ? സാർ, എൻ്റെ ചോദ്യം ബഹുമാനപ്പെട്ട ഐസക് ധനകാര്യമന്ത്രി പറഞ്ഞപ്പോൾ സാമ്പത്തിക സാമൂഹ്യ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കാൻ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. സാർ, ഗവൺമെൻറ് തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് തുടർച്ചയായിട്ടാണ് ഈ ഗവൺമെൻറ് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പം നിലനിൽക്കുന്ന സാമ്പത്തിക ചരിത്രം, ആ നിയമം അനുസരിച്ച് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നയത്തെ എതിർക്കാൻ കഴിയില്ല എന്നാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത്. സാർ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗീതാ ഗോപിനാഥിൻ്റെ അല്ല ഏത് ഉപദേശകന്റെ ഉപദേശം മേടിച്ചാലും ശക്തമായ ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിൻ്റെ അവകാശങ്ങൾ മുഴുവൻ കിട്ടിയേ തീരൂ എന്ന നയം സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി പോവാൻ
5 കൊല്ലത്തേക്ക് അവസരം നൽകിയിരിക്കുന്ന പിണറായി സർക്കാരിന് തൻ്റെ ഇടമുണ്ടോ, അതിന് നേതൃത്വം കൊടുക്കാൻ ഐസക്കിന് കഴിവുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. പിണറായി സർക്കാരിന് സാർ അത്തരത്തിൽ അദ്ദേഹം വെല്ലുവിളിച്ച രീതിയിലുള്ള തൻ്റെ ഇടമുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ പരിമിതികളെക്കുറിച്ച് പറയുമ്പോൾ അതുകൊണ്ട് എതിർക്കാൻ പറ്റുന്നല്ല, ശക്തമായിട്ട് ഓരോ പ്രശ്നത്തിന് പുറത്തും കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി പോരാടുക തന്നെ ചെയ്യും. അതിൽ ഇപ്പോൾ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം, റബ്ബർ കൃഷിക്കാരുടേത് ഇവിടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ 500 + 300 800 കോടി രൂപ മുടക്കി കഴിഞ്ഞു. റബ്ബറിൻ്റെ വില കൂടുന്നുണ്ട്. ഇന്നലെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, നമ്മൾ 150 രൂപയാണല്ലോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇറക്കുമതി ചെലവും കടത്തുകൂലിയും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബർ ഇറക്കുമതി ചെയ്യുന്നത് 149 രൂപക്കാണ്. എന്നാലും നമ്മൾ 150 രൂപയ്ക്ക് വേണ്ടി ഓരോ കിലോയ്ക്കും 20, 30, 40 രൂപ സബ്സിഡി കൊടുക്കുമ്പോൾ അതിന് 149 രൂപ വേണമല്ലോ പുറത്തുനിന്ന് മേടിക്കാൻ. കേരളത്തിൽ നിന്ന് മേടിക്കാൻ ഈ കോർപ്പറേറ്റുകൾ ചിന്തിക്കുന്നുണ്ടോ? മേടിക്കണമെന്ന് പറയാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നുണ്ടോ? അപ്പോൾ അതിപ്പോൾ സർക്കാർ മാത്രമല്ല, ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇക്കാര്യത്തിൽ കേരളത്തിന് വേണ്ടി വരും. ശ്രീ കെ.എസ്. ശബരിനാഥ്. മുഖ്യമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാവ് അമേരിക്കയിലെ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ വളരെ ഉന്നത പദവിയിലുള്ള അധ്യാപികയാണ്. സരി, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ അധ്യാപനത്തോടൊപ്പം ഈ കമ്പനികളുടെ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് അംഗമായിട്ടും ഉപദേഷ്ടാവായിട്ടും പ്രൊഫഷണൽ കൺസൾട്ടൻസിയൊക്കെ പ്രൈവറ്റായിട്ട് ഇതേപോലത്തെ അധ്യാപകർ നൽകാറുണ്ട്. ശ്രീമതി ഗീതാ ഗോവിന്ദനാഥ് ഏതൊക്കെ അന്താരാഷ്ട്ര കമ്പനികളുടെ ഇൻഡിപെൻഡൻറ്റ് ബോർഡിലുണ്ട്, അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി നടത്തുന്നുണ്ടോ എന്നുള്ളത് സർക്കാരിന് അറിയാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും കമ്പനികൾക്ക് കേരളത്തിൽ ബിസിനസ് താല്പര്യങ്ങളുണ്ടോ സർ? ഇതാണ് എൻ്റെ ചോദ്യം. എനിക്ക് പ്രത്യേകം പരിശോധന വേണ്ടി വരും. അയാളുടെ ബയോഡേറ്റയിൽ ഏതെങ്കിലും കമ്പനിയിൽ ഡയറക്ടർ ബോർഡിൽ അംഗമായിട്ട് കരിക്കുലം വീറ്റയിൽ സൂചിപ്പിച്ചതായി കാണുന്നില്ല. എന്നാൽ അമേരിക്കൻ ഫെഡറൽ റിസർവ് പോലുള്ള സ്ഥാപനങ്ങളിൽ, ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങളിൽ അവിടുത്തെ ബോർഡ് മെമ്പറായിട്ട് അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. IMFൻ്റെയും മറ്റും കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ട്. പക്ഷേ സ്വകാര്യ കമ്പനികൾ ഏത് എന്നതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കുക, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവരെന്നല്ല, നമ്മൾ ആരെ പുറത്തുനിന്ന് വിളിച്ചാലും അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. ആ ബന്ധങ്ങളൊന്നും ഈ കേരളത്തിലെ നയരൂപീകരണത്തിലോ കേരളത്തിൽ എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നതിനോ ഉപയോഗിക്കാനായിട്ട് ആരെയും അനുവദിക്കുന്നതല്ല. ശ്രീ കെ കൃഷ്ണൻകുട്ടി. ധനകാര്യമന്ത്രി റബ്ബറിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. സർ, ഈ ചോദ്യം 647 ഉത്തരവായിട്ട് താങ്കൾ തന്നെ തന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ ലാഭത്തിലെ ഒരു വീതം കർഷകർക്ക് നൽകുന്നതിന് GST ബില്ല് തടസ്സമല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റബ്ബർ ടയർ ഉൾപ്പെടെ സോപ്പ് ഉൾപ്പെടെ ഉള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ നമുക്ക് കൃഷിക്കാരനെ സഹായിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ടാക്സ് ചുമത്തി ഒരു നിധി സ്വരൂപിക്കാൻ തയ്യാറാവും. സർ, ടാക്സ് ചുമത്താൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ എല്ലാം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് വഴി ആ പ്രക്രിയ ചെയ്യുന്നതിന് കൃഷിക്കാരുടെ തന്നെ പ്രൊഡ്യൂസർ കമ്പനികൾ മുൻകൈ എടുക്കുന്നതിന് വഴി. ഇപ്പോൾ സാർ ഒരു ഉദാഹരണം മാത്രം പറയാം. വയനാടൻ കാപ്പിക്കുരു, അത് ഷെയ്ഡ് കാപ്പി എന്നുള്ള രീതിയിൽ കാർബൺ ന്യൂട്രൽ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഖ്യാതി നേടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ഇത് നെസ്കഫേക്ക് കിട്ടുന്ന വില തന്നെ കൃഷിക്കാരന് മേടിക്കാൻ പറ്റും. സോ ഇത്തരത്തിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കും. പക്ഷെ നമുക്ക് പ്രത്യേക നികുതി കൃഷിക്കാർക്ക് കൊടുക്കാൻ വേണ്ടി GSTയുടെ മോള് നമുക്ക് ചുമത്താനുള്ള അവകാശമില്ല. സർ, നോക്കാതെ എന്താണെന്ന്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. സർ, നമ്മൾ ഈ സർവജ്ഞരാണ് എന്ന് നടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സർ, ഇവിടെ അഡ്വൈസ് വേണ്ടി വരുന്നത് ഇവിടെ പ്രൈസ് വാട്ടർ കൂപ്പർ, മെക്കൻസി, അതുപോലെ തന്നെ PMG, അങ്ങനെയൊക്കെ അറിയാതെ നമ്മൾ ഇവർക്കൊക്കെ വൈദഗ്ധ്യമുള്ള അമേരിക്കൻ കമ്പനി, ബ്രിട്ടൻ കമ്പനിയൊക്കെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സർ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ തപ്പി നോക്കുക, അവിടെ ഒക്കെ അത്ര ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സർ, ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് എന്തിനാ? സർ, കാർഷിക രംഗത്ത് ഞാൻ പറയാം, കാർഷിക രംഗത്ത് ലോകം മുഴുവൻ നടക്കുന്ന റിസർച്ച്, അതുപോലെ മറ്റ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് വേണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇത്തരം പ്രൊഫഷണൽ ഇൻ്റർനാഷണൽ കമ്പനീസ്, ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം വെച്ചപ്പോൾ ജിമ്മ് വന്നു, നമ്മൾ മെക്കൻസി അല്ല അപ്പോയിൻ്റ് ചെയ്തത്,
അതേപോലെ തന്നെ എമർജിങ് കേരള വന്നു, പ്രൈസ് വാട്ടർ കൂപ്പറിനെയാണ് അപ്പോയിന്റ് ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ്. നിങ്ങൾ ഈ അനാവശ്യമായ ഈ മൈൻഡ് സെറ്റിന് അനാവശ്യമായ പ്രചരണം കൊടുത്തിട്ടാണ് ഈ ഊരാക്കൊടുക്ക് ചെന്ന് പെട്ടത്. അതിന്റെ ആവശ്യം തുറന്നങ്ങ് പറഞ്ഞ പോലെ തുറന്ന് പറഞ്ഞ് ആരും അഡ്വൈസ് എടുക്കണില്ല. എന്താ കുഴപ്പം? ഇന്നിപ്പോൾ വൈദഗ്ധ്യമുള്ള ലോകത്തറിയപ്പെടുന്ന അന്തർദേശീയ പ്രൊഫഷണൽ സംഘടനകൾ അവരൊക്കെ അപ്പോയിന്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ കാർഷിക രംഗത്ത് എത്ര കൃഷി ഇവിടെ കൃഷി പ്രചരിപ്പിക്കുന്നു, കൃഷി പ്രചരിപ്പിക്കുന്നു. പക്ഷേ അതേ അവസരം കാർഷിക രംഗത്ത് നടക്കുന്ന ലോകത്ത് നടക്കുന്ന റിസർച്ചിൻ്റെ ഒരു ഘടകവും നമുക്ക് വേണ്ടേ? നമ്മൾ തന്നെ സർവജ്ഞരാണോ, ഇതന്നെ മതി എന്ന് വെക്കുകയാണോ? സർ, അത് ആ മൈൻഡ് സെറ്റ് നിങ്ങൾ അനാവശ്യമായ പ്രചരണം കൊടുത്തുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടായത്. അതങ്ങ് തുറന്നു പറഞ്ഞ് പരോക്ഷമായി മറുപടിയാണ് ഇപ്പോൾ പറഞ്ഞത്. പരോക്ഷമായി അങ്ങ് മറുപടി തന്നെ പറഞ്ഞു. സർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ പോലെ അങ്ങനെ സർവജ്ഞ പീഠം ഞങ്ങളാരും കയറിയിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഇവിടെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അങ്ങനെയല്ല സർ, നിങ്ങൾക്ക് ഇതിനോട് പരിപൂർണ്ണ യോജിപ്പ്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതിന് കൂടെ എന്ന് വെച്ചാൽ മതി. വേറെ ചിലരുണ്ട് പരിപൂർണ്ണ എതിർപ്പ്, അതുകൊണ്ട് അവർക്ക് മാറി കൈകെട്ടിയിരുന്നേച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെയല്ല, എതിർക്കുമ്പോൾ തന്നെ ഇതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നവരാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എതിർക്കുകയും വേണ്ടി വരും, അനുകൂലിക്കുകയും വേണ്ടി വരും. അത് കണ്ട് ഞങ്ങളെ പരിഹസിക്കണ്ട, ഞങ്ങൾ അറിഞ്ഞ് തന്നെ എടുക്കുന്ന നിലപാടാണ്. ഇതിലെ ഈ ചോദ്യത്തിൽ ആവശ്യത്തിന് വ്യക്തത വന്നിട്ടുണ്ട്. ചോദ്യം നമ്പർ 632 ശ്രീ CF തോമസ്, ബഹുമാനപ്പെട്ട വൈദ്യുതി ദേവസ്വം വകുപ്പ് മന്ത്രി. സർ, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ഉപഭോക്താക്കൾക്കും വൈദ്യുതി എത്തിക്കുന്നതിനായി സംസ്ഥാനമൊട്ടാകെയുള്ള വൈദ്യുതി വിതരണ ശൃംഖലയിൽ ഓവർഹെഡ് ലൈനുകളിലൂടെയാണ് പ്രധാനമായും വൈദ്യുതിയുടെ വിതരണം നടത്തി വരുന്നത്. പ്രസ്തുത വൈദ്യുതി ലൈനുകൾ കൂടുതലും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൂടെയും ഇടതിങ്ങിയ വൃക്ഷങ്ങളുള്ള പ്രദേശങ്ങളിലൂടെയും കൃഷിസ്ഥലങ്ങളിലൂടെയുമാണ് കടന്നുപോകുന്നത്. ഇക്കാരണങ്ങളാൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ലൈനുകളിൽ മരച്ചില്ലകളും മറ്റും തട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതുമൂലം ഊർജ്ജ നഷ്ടവും ഉണ്ടാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ലൈനുകളിൽ മരച്ചില്ലകൾ തട്ടാൻ ഇടവരാത്ത വിധം നിശ്ചിത അകലത്തിൽ മരച്ചില്ലകൾ വെട്ടിമാറ്റാറുണ്ട്. ബി, വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ചെലവ് സാധാരണഗതിയിൽ ഗുണഭോക്താവ് വഹിക്കണമെന്ന രീതിയാണ് KCB പിന്തുടരുന്നത്. എന്നാൽ പുരയിടങ്ങളിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ പരിപാലിക്കാനുള്ള ബുദ്ധിമുട്ടും അപകട സാധ്യതകളും ഊർജ്ജ നഷ്ടവും കണക്കിലെടുത്ത് സാങ്കേതികമായി സാധ്യവും പൊതുവഴികളിലൂടെയുമുള്ള നിർദ്ദിഷ്ട ലൈൻ ദൂരക്കുറവുമാണെങ്കിൽ പ്രസ്തുത ലൈനുകൾ പൊതുവഴിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ KCB നടപടിയെടുക്കാറുണ്ട്. കേരളത്തിലെ ജനസാന്ദ്രതയും സ്ഥലലഭ്യതയിലെ കുറവും കണക്കിലെടുത്തും ഉപഭോക്തൃ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയും ഒരു വസ്തുവിൽ കൂടി കടന്നുപോകുന്ന ലൈനുകൾ അതേ വസ്തുവിൻ്റെ മറ്റു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വസ്തു ഉടമ ആവശ്യപ്പെടുന്ന പക്ഷം ലേബർ ചാർജ് അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ച് ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ മേപ്പടി ലൈനുകൾ തൻ്റെ വസ്തുവിൽ നിന്നും മൊത്തത്തിൽ മാറ്റി സ്ഥാപിക്കാനാണ് ഗുണഭോക്താവ് ആവശ്യപ്പെടുന്നതെങ്കിൽ മേപ്പടി പ്രവൃത്തിക്കുള്ള ചെലവ്, ലേബർ ചാർജും അധിക സാധന സാമഗ്രികളുടെ വിലയും അടക്കം ഗുണഭോക്താവ് വഹിക്കേണ്ടതുണ്ട്. സി, തോട്ടങ്ങളിലും പുരയിടങ്ങളിലും കൂടി കടന്നു പോകുന്ന വൈദ്യുതി ലൈനുകൾ പൂർണ്ണമായി മാറ്റുന്നത് ബോർഡിന് വൻ സാമ്പത്തിക ബാധ്യത വരുത്തും. ആയത് താരിഫ് വർധനയിലൂടെ മറ്റു ഉപഭോക്താക്കളെ ബാധിക്കുന്നതാണ്. അതിനാൽ നിലവിലുള്ള രീതിയിൽ മാറ്റം വരുത്തുന്നത് ആശാസ്യമായിരിക്കില്ല. ലഭിക്കുന്ന അപേക്ഷകളിൽ സമയബന്ധിതമായ നടപടി സ്വീകരിച്ച് വിതരണ ലൈനുകൾ മാറ്റി സ്ഥാപിച്ചു നൽകുവാൻ വേണ്ട നിർദ്ദേശം നൽകുന്നതാണ്. വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സാധ്യമായ സ്ഥലങ്ങളിൽ പൊതുവഴികളിലേക്ക് ലൈനുകൾ ഘട്ടം ഘട്ടമായി മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുന്നുണ്ട്. ശ്രീ CF തോമസ്. സർ, ഇതാകെ നമ്മുടെ സ്റ്റേറ്റിന് ഈ പ്രസരണ നഷ്ടം എന്തുണ്ടാകുന്നുണ്ട്, അതിൻ്റെ കണക്കൊന്ന് പറയാമല്ലോ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മഴയില്ലാത്ത ഈ സമയത്ത് ടച്ചിങ് വെട്ടി മാറ്റുക എന്നുള്ളതാണ്. ഇത്രയും ദീർഘമായി മഴയില്ലാതിരുന്ന സമയത്ത് പ്രയോജനകരമായി ചെയ്യാവുന്നൊരു കാര്യമായിരുന്നു അത്. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. കോൺട്രാക്ടേഴ്സിനെ വെക്കുന്നെന്ന് പറയുന്നു. പക്ഷേ പലപ്പോഴും കോൺട്രാക്ടേഴ്സിനെ അല്ലാതെ നമ്മുടെ സെക്ഷനിലെ ജീവനക്കാരെ ഇതിന് വിടുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷനിലെ ജീവനക്കാർ ആവശ്യത്തിനില്ലാത്തതുകൊണ്ട് ഈ വെട്ടി ഇതിൻ്റെ കമ്പുകൾ മാറ്റുക എന്നുള്ള നടപടി ഒരിടത്തും കാര്യമായിട്ട് പുരോഗമിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം കോൺട്രാക്ടേഴ്സിനെ അല്ലാതെ ഈ സെക്ഷനിൽ ജീവനക്കാരെ വെക്കുന്നിടത്ത് സെക്ഷനിൽ ആവശ്യമായ ജീവനക്കാരില്ലെന്നുള്ളതാണ്. ആവശ്യമായ ആളുകളെ നിയമിക്കുമെന്ന് അങ്ങ് നേരത്തെ ഒരിക്കൽ മറുപടി തന്നു. ഞാൻ എൻ്റെ ഡിവിഷനിലെ കാര്യവും ചോദിച്ചിരുന്നു, പക്ഷേ അതും നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ ഈ പ്രസരണ നഷ്ടം ഒഴിവാക്കുവാൻ നല്ല ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുമോ? ആവശ്യത്തിന് ജീവനക്കാരെ ഇക്കാര്യം നിയോഗിക്കും. സാറ്, ഇപ്പോൾ ആകെ പ്രസരണ നഷ്ടം കണക്കാക്കിയിട്ടുള്ളത് 14.32%. സർ,
നേരത്തെ അധികമുണ്ടായിരുന്നു. സാർ, വർഷത്തിൽ 2 പ്രാവശ്യം കൃത്യമായിട്ടും ബോർഡിൻ്റെ ഉത്തരവാദിത്വത്തിൽ തന്നെ മരച്ചില്ലകളെല്ലാം വെട്ടിമാറ്റി നിശ്ചിത അകലം പാലിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ അതല്ലാതെയും ബോർഡ് ഇടപെട്ട് കാര്യങ്ങൾ നിശ്ചയിക്കാറുണ്ട്. ഈ ജീവനക്കാരുടെ കുറവ് കൊണ്ട് വൈദ്യുതി സ്തംഭനം പല മേഖലകളിലും ഉണ്ടാകുക, പ്രസരണ നഷ്ടം ഒരു പ്രധാനപ്പെട്ട കാര്യം. 3 പ്രധാന പ്രശ്നങ്ങളാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത്. ഒന്ന്, വഴിയെല്ലാം പോയി, നമ്മുടെ പൈപ്പ് ലൈൻ എല്ലാം പൊട്ടിക്കിടക്കുന്നു, നന്നാക്കാനുള്ള സംവിധാനമില്ല, രാത്രിയായാൽ ലൈറ്റ് തുടർച്ചയായിട്ട് പോവുക. ഇതെല്ലാം മുഴുവൻ ഇവിടെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്നുമില്ല. നല്ല പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. ഒരു ടൈം ബൗണ്ട് ആക്ഷൻ എടുത്ത് കൃത്യമായി ഇതൊക്കെ അടിയന്തര ആവശ്യമായി കണ്ടുകൊണ്ട് ജനജീവിതത്തിലെ ഈ ബുദ്ധിമുട്ടുകൾ, അതാണല്ലോ ഒരു ഭരണത്തെക്കുറിച്ചുള്ള അളവുകോല്, അതെങ്കിലും ഒന്ന് മിനിമം ചെയ്യാൻ എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ധനകാര്യമന്ത്രി PWD മന്ത്രിക്ക് പണം കൊടുക്കണം, പ്ലീസ്. അതുപോലെ ഇറിഗേഷൻ മന്ത്രിക്ക് ആവശ്യമായി പണം കൊടുക്കണം, പൈപ്പ് മാറ്റിയിടാനായിട്ട് അത്യാവശ്യമുള്ളത്. ഈ കറണ്ട് കിട്ടാത്ത അവസ്ഥ എല്ലാവരും വിളിയാണ്. നേരിട്ട് MLA മാരെ വിളിക്കുക, അവരുടെ അവകാശമാണ്. പഞ്ചായത്ത് മെമ്പർമാരെ പോലും വിളിക്കാറില്ല, നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ മുഖ്യമന്ത്രി ഒന്ന് ഇടപെട്ട് ആവശ്യമായ പണം കൊടുത്ത് അതൊന്ന് ക്ലോസ് ആയിട്ട് റിവ്യൂ ചെയ്ത് മോണിറ്ററിംഗ് നടത്തി ഈ നടപടികളൊന്ന് ത്വരിതപ്പെടുത്താൻ ശ്രമിക്കൂ. സാർ, ജീവനക്കാരെ എല്ലാ സ്ഥലത്തും റീഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് സാർ. ആവശ്യത്തിന് എല്ലാ സെക്ഷൻ ഓഫീസുകളിലും ആവശ്യമുള്ള ജീവനക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ബാക്കി അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പൊതുവേ നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ നേരിടുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് വിവിധ വകുപ്പുകൾ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ. പകരം ശ്രീ M. ഉമ്മർ. പ്രസരണ നഷ്ടം കണക്കാക്കുന്നത് ഈ സബ്സ്റ്റേഷൻ തൊട്ട് ഗാർഹികമായിട്ടുള്ള നമ്പർ വരെ കണക്കാക്കിയിട്ടായുള്ളതിൻ്റെ പ്രസരണ നഷ്ടം കണക്കാക്കുന്നത്. സർ, അത് ഓരോ സബ്സ്റ്റേഷനിൽ നിന്നും വീടുകളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രസരണ നഷ്ടം കണക്കാക്കിയിട്ടുണ്ടോ? സർ, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്തുണ്ട്? സർ, അങ്ങോട്ട് 92,34,212 ഗാർഹിക കണക്ഷനുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ വീടുകളിലേക്ക് പോകുമ്പോൾ സബ്സ്റ്റേഷനിൽ നിന്ന് വീടുകളിലേക്ക് ലൈൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രസരണ നഷ്ടം ഓരോ സബ്സ്റ്റേഷനെയും കണക്കാക്കിയിട്ട് അത് തിട്ടപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളത് സർ ഒന്ന് വ്യക്തമാക്കാം. സർ, പ്രസരണ നഷ്ടം പല രൂപത്തിൽ സംഭവിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം. അളക്കാനുള്ള മാനദണ്ഡമുണ്ട്, അത് വൈദ്യുതി വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പ്രസരണ നഷ്ടം നിജപ്പെടുത്തുന്നത്. സംഭവിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ വൈദ്യുതി ലൈനുകളിൽ നോട് ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള മരങ്ങളും മറ്റുമെല്ലാം തന്നെ തട്ടി ആ നിലയിലുണ്ടാകുന്നതായിട്ടുള്ള പ്രസരണ നഷ്ടം, അകലെ നിൽക്കുന്ന മരമാണെങ്കിലും മറിഞ്ഞു വീണ് ഉണ്ടാകുന്നതായിട്ടുള്ള നഷ്ടം, ഈ രൂപത്തിൽ പല രൂപത്തിൽ പ്രസരണ നഷ്ടം നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കുന്നുണ്ട്. അത് പൊതുവെ നാം കണക്കാക്കുന്നതാണ് 14.32% നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളത്. ശ്രീ മോൻസ് ജോസഫ്. വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കാൻ ഗവൺമെൻറ് വിവിധ നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൂടെയും അതുപോലെ കൃഷിയിടങ്ങളിലൂടെയും എല്ലാം ഉള്ള ലൈനുകൾ പലപ്പോഴും അപകടം വരുത്തി വയ്ക്കുന്നത് KSEBയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത വിധത്തിൽ നമ്മുടെ റോഡുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പ്രപ്പോസലുകൾ വരുമ്പോഴെല്ലാം KSEB സ്വീകരിക്കുന്ന നിലപാട് ഇതിന് KSEB പണം മുടക്കിയില്ല എന്നതാണ്. അങ്ങയുടെ മറുപടിയിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സർ, അപകടാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ വളരെ പ്രശ്നസങ്കീർണമായി ചൂണ്ടിക്കാണിക്കുന്ന കേസുകൾ